പേർഷ്യൻ ഗൾഫിലെ തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്ക് തുറന്നുകൊടുക്കാൻ പ്രസിഡന്റ് ട്രംപ് ചൊവ്വാഴ്ച രാത്രി 8 മണി വരെ സമയം അനുവദിച്ചു. ഈ സമയത്തിനുള്ളിൽ കടലിടുക്ക് തുറന്നില്ലെങ്കിൽ ഇറാന്റെ വൈദ്യുതി നിലയങ്ങളും പാലങ്ങളും തകർക്കുമെന്നും രാജ്യം മൊത്തം ബോംബിട്ട് നശിപ്പിക്കുമെന്നും അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ പ്രസ്താവിച്ചിരിക്കുന്നു. അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം ഉണ്ടായാൽ അത് ഭീകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ഇറാൻ തിരിച്ചടിച്ചു. തങ്ങളുടെ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റത്തിന് മാരകമായ തിരിച്ചടി നൽകുമെന്ന് ഇറാന്റെ സൈനിക വക്താക്കൾ പ്രഖ്യാപിച്ചു. ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഖാലിബാഫ് മേഖലയാകെ കത്തിയെരിയുമെന്ന കടുത്ത മുന്നറിയിപ്പുമായി രംഗത്തെത്തി. അമേരിക്കയും ഇസ്രയേലും തങ്ങളുടെ ആക്രമണം തുടരുകയാണെങ്കിൽ അതിന്റെ പ്രത്യാഘാതം ഇറാനിൽ മാത്രം ഒതുങ്ങില്ലെന്നും മുഴുവൻ മിഡിൽ ഈസ്റ്റ് മേഖലയെയും കത്തിയെരിയുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. അമേരിക്കയുടെ ഭീഷണികൾക്ക് വഴങ്ങില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇറാന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യം വെച്ചാൽ അതിലും ശക്തമായ രീതിയിൽ തിരിച്ചടിക്കാനുള്ള ശേഷി തങ്ങൾക്കുണ്ടെന്ന് ഖാലിബാഫ് ഓർമ്മിപ്പിച്ചു. തെക്കൻ ലെബനനിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങൾ ശക്തമായതായും ആരോഗ്യ സേവന കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുള്ള ഈ ആക്രമണങ്ങളിൽ ചുരുങ്ങിയത് 14 പേർ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇറാനിലെ ബഹാരസ്ഥാനിലും ഖോമിലും നടന്ന ആക്രമണങ്ങളിൽ 18 പേർ കൊല്ലപ്പെട്ടു. ടെഹ്റാനിലെ പ്രധാന സർവകലാശാലകൾക്ക് നേരെ അമേരിക്കയും ഇസ്രയേലും ശക്തമായ വ്യോമാക്രമണം നടത്തിയിരിക്കുന്നു. ഈ യുദ്ധം തുടങ്ങിയതിനു ശേഷം ടെഹ്റാൻ യൂണിവേഴ്സിറ്റി ഉൾപ്പെടെ ഇറാനിലെ ഏകദേശം 30ഓളം സർവകലാശാലകൾക്ക് നേരെ ആക്രമണമുണ്ടായിരിക്കുന്നു. ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇറാനിലെ ഭരണകൂടമായും സൈനിക ഗവേഷണങ്ങളുമായും ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാരോപിച്ചാണ് ആക്രമണം നടത്തിയിരിക്കുന്നത്. സർവകലാശാല കെട്ടിടങ്ങൾക്കും ലാബുകൾക്കും കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നിരവധി വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട്. ഇന്ന് ഇറാൻ ഇസ്രയേലിലും GCC കൺട്രീസിലും നടത്തിയ ആക്രമണങ്ങളുടെ ഡീറ്റെയിൽസ് നോക്കാം. ഇസ്രയേലിലെ പ്രധാന നഗരമായ ഹൈഫയിൽ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ വൻ നാശനഷ്ടങ്ങൾ സംഭവിച്ചു. ഹൈഫയിലെ ഒരു ജനവാസ മേഖലയിലുള്ള കെട്ടിടത്തിന് നേരെയുണ്ടായ മിസൈൽ ആഘാതത്തിൽ 2 പേർ കൊല്ലപ്പെട്ടു. കുറഞ്ഞത് 11 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റതായും ഇവരെ സമീപത്തെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചതായും ഇസ്രയേൽ ആരോഗ്യ വിഭാഗം സ്ഥിരീകരിച്ചു. ജനവാസ കേന്ദ്രമായതിനാൽ നിരവധി കെട്ടിടങ്ങൾക്കും വാഹനങ്ങൾക്കും തീപിടിക്കുകയും തകരുകയും ചെയ്തിട്ടുണ്ട്. അമേരിക്കയും ഇസ്രയേലും ടെഹ്റാൻ ഉൾപ്പെടെയുള്ള ഇറാൻ നഗരങ്ങളിൽ നടത്തിയ ആക്രമണങ്ങൾക്കുള്ള മറുപടിയായാണ് ഹൈഫയെ ലക്ഷ്യം വെച്ചതെന്ന് ഇറാൻ അനുകൂല കേന്ദ്രങ്ങൾ അറിയിച്ചു. ഷാർജയിലെ ഖോർഫഖാൻ പോർട്ടിന് സമീപം നടന്ന മിസൈൽ ആക്രമണത്തിൽ 4 പേർക്ക് പരിക്കേറ്റതായി ഔദ്യോഗിക റിപ്പോർട്ടുകൾ സ്ഥിരീകരിക്കുന്നു. ഇറാൻ വിക്ഷേപിച്ച മിസൈലുകളും ഡ്രോണുകളും UAE പ്രതിരോധ സേന ആകാശത്ത് വെച്ച് തകർത്തു. ഇതിന്റെ അവശിഷ്ടങ്ങളാണ് ഖോർഫഖാൻ പോർട്ട് പരിസരത്ത് വീണത്. പരിക്കേറ്റ 4 പേരും വിദേശ തൊഴിലാളികളാണ്. ഒരാൾ നേപ്പാൾ സ്വദേശിയാണ്. അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇദ്ദേഹത്തെ വിദഗ്ധ ചികിത്സയ്ക്കായി മാറ്റി. മറ്റ് 3 പേര് പാകിസ്ഥാൻ സ്വദേശികളാണ്. 3 പേർക്കും നിസാര പരിക്കുകളാണ് ഉള്ളത്. മിസൈൽ അവശിഷ്ടങ്ങൾ വീണതിനെ തുടർന്ന് പോർട്ട് പരിസരത്ത് തീപിടുത്തമുണ്ടായി. ഷാർജ സിവിൽ ഡിഫൻസ് ഉടനടി സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. ഖോർഫഖാൻ കൂടാതെ ഫുജൈറയിലും അബുദാബിയിലെ മുസഫയിലും മിസൈൽ അവശിഷ്ടങ്ങൾ വീണ് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്കിലെ സംഘർഷം കാരണം ചരക്ക് നീക്കം തടസ്സപ്പെട്ട പശ്ചാത്തലത്തിൽ ഒമാൻ വഴി ചരക്കുകൾ എത്തിക്കുന്നതിനായി ദുബായ് കസ്റ്റംസ് പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു. ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അടച്ചതോടെ കപ്പലുകൾക്ക് ദുബായ് പോർട്ടുകളിലേക്ക് നേരിട്ടെത്താൻ പ്രയാസമാണ്. അതിനാൽ ഒമാനിലെ പോർട്ടുകളിൽ ചരക്ക് ഇറക്കിയ ശേഷം അവിടെ നിന്ന് റോഡ് മാർഗം UAE എത്തിക്കാനാണ് പുതിയ നീക്കം. ഇത്തരത്തിൽ ഒമാൻ വഴി വരുന്ന ചരക്കുകൾക്ക് വേഗത്തിൽ ക്ലിയറൻസ് നൽകാനും നടപടിക്രമങ്ങൾ ലഘൂകരിക്കാനും ദുബായ് കസ്റ്റംസ് തീരുമാനിച്ചു. UAE അവശ്യ സാധനങ്ങളുടെയും ഇന്ധനത്തിന്റെയും ലഭ്യത ഉറപ്പാക്കാനാണ് ഈ ബദൽ മാർഗം ഉപയോഗിക്കുന്നത്. ഒമാൻ അതിർത്തി വഴി വരുന്ന ട്രക്കുകൾക്ക് പ്രത്യേക മുൻഗണന നൽകും. ഇതിനായി അതിർത്തികളിൽ കൂടുതൽ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്ക് അടച്ചതോടെ ലോകമെമ്പാടും പെട്രോൾ, ഡീസൽ വില കുതിച്ചുയർന്നു. നേപ്പാൾ ഇന്ധനം ലാഭിക്കുന്നതിനായി ആഴ്ചയിൽ 2 ദിവസം അവധി പ്രഖ്യാപിച്ചു. വിയറ്റ്നാമിൽ ഡീസൽ വില ഇരട്ടിയായി വർദ്ധിച്ചു. യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കിയും സിറിയൻ പ്രസിഡന്റ് അഹമ്മദ് അൽ ഷാറയും സുരക്ഷാ സഹകരണം ശക്തമാക്കാൻ തീരുമാനിച്ചു. സിറിയയിൽ നിന്ന് റഷ്യൻ സ്വാധീനം കുറയ്ക്കുന്നതിനും മേഖലയിലെ സുരക്ഷാ വെല്ലുവിളികൾ നേരിടുന്നതിനും ഇരു രാജ്യങ്ങളും സംയുക്തമായി പ്രവർത്തിക്കും. കിങ് ചാൾസ് മൂന്നാമൻ ഈ വർഷം ഈസ്റ്റർ സന്ദേശം നൽകാത്തത് വലിയ വിമർശനങ്ങൾക്ക് കാരണമായി. ഫെബ്രുവരിയിൽ റംദാൻ ആശംസകളും
മാർച്ച് 20-ന് ഈദ് മുബാറക് സന്ദേശവും അദ്ദേഹം ഔദ്യോഗികമായി നൽകിയിരുന്നു. ഇതിന് പിന്നാലെ ഈസ്റ്റർ സന്ദേശം ഒഴിവാക്കിയത് വിവേചനമാണെന്ന് ചിലർ ആരോപിച്ചു. ബ്രിട്ടീഷ് രാജാവ് എന്ന നിലയിൽ ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിന്റെ പരമാധികാരി കൂടിയാണ് അദ്ദേഹം. മുൻപത്തെ വർഷങ്ങളിൽ ഈസ്റ്റർ സന്ദേശം നൽകിയിരുന്ന അദ്ദേഹം ഇത്തവണ അത് ഒഴിവാക്കിയത് ക്രൈസ്തവ വിശ്വാസികൾക്കിടയിൽ അതൃപ്തിയുണ്ടാക്കി. വലിയ തോതിലുള്ള സോഷ്യൽ മീഡിയ പ്രതിഷേധത്തെ തുടർന്ന് ഈസ്റ്റർ ഞായറാഴ്ച വൈകി ഒരു ബിലേറ്റഡ് ഈസ്റ്റർ സന്ദേശം കൊട്ടാരത്തിന്റെ ഔദ്യോഗിക അക്കൗണ്ടുകളിൽ പങ്കുവച്ചു. ഔദ്യോഗിക പ്രസംഗം ഒഴിവാക്കിയെങ്കിലും നോർത്ത് വെയിൽസിലെ സെയിന്റ് അസഫ് കത്തീഡ്രലിൽ നടന്ന പരമ്പരാഗത റോയൽ മൗണ്ടി ചടങ്ങുകളിൽ രാജാവും രാജ്ഞി കാമിലയും പങ്കെടുത്തിരുന്നു. ബംഗ്ലാദേശിൽ വസൂരി ബാധിച്ച് 100ഓളം കുട്ടികൾ മരിച്ചതായി റിപ്പോർട്ട്. ആരോഗ്യ മന്ത്രാലയം അടിയന്തര വാക്സിനേഷൻ ക്യാമ്പുകൾ ആരംഭിച്ചു. നാസയുടെ മനുഷ്യനെ വഹിച്ചുകൊണ്ടുള്ള ചന്ദ്ര ദൗത്യം നിർണായക ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. ഇന്ന് ഉച്ചയോടെ ആർടെമിസ് 2 പേടകം ഭൂമിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ദൂരമെന്ന ഏകദേശം 4 ലക്ഷം കിലോമീറ്റർ റെക്കോർഡ് മറികടക്കും. ഇന്ന് രാത്രിയോടെ പേടകം ചന്ദ്രന്റെ തൊട്ടടുത്തെത്തും. 40 മിനിറ്റോളം ഭൂമിയുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുമെങ്കിലും ദൗത്യം വിജയകരമായി തുടരുന്നു.